എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ ചാപ്റ്റർ, ഏഴാമത്തെ ചാപ്റ്റർ, കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? സൂചക സംഖ്യകൾ. അപ്പോൾ വളരെ ഈസി ആയൊരു ചാപ്റ്ററാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. വളരെ എളുപ്പം തന്നെ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ അല്ലേ, അതായത് ട്രിഗണോമെട്രി അല്പം ടഫായിരുന്നു. പക്ഷേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. പക്ഷേ ശ്രദ്ധിക്കാതിരുന്ന എന്താണ്, കുറച്ച് ടഫായ ചാപ്റ്ററാണ് അത് അല്ലേ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ് കോർഡിനേറ്റ്സ്. നാം കഴിഞ്ഞ വർഷം, അതായത് നമ്മുടെ 9ാം ക്ലാസ്സിൽ പോളിനോമിയൽ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. ബഹുപദ ചിത്രങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ആ ചാപ്റ്ററിൽ നാം എന്താ ചെയ്തത്? ആ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അതുപോലെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെ, ഇവയുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇവയുടെ ഗ്രാഫുകളാണ് നാം വരച്ചത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ പി ഓഫ് എക്സ് സീക്വൽ ടു ഫസ്റ്റ് ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 2x + 1 അപ്പോൾ ഈ പോളിനോമിയലിന്റെ പിക്ചർ നമ്മൾ വരച്ചു. എങ്ങനെയാണ് നമ്മൾ വരച്ചത്? നാം എക്സിന് ഒരു വാല്യൂ കൊടുക്കും അല്ലേ. 0, 1, 2, 3 എന്ന് പറഞ്ഞ വാല്യൂകൾ കൊടുക്കുമ്പോൾ നമുക്ക് പി ഓഫ് എക്സ് കിട്ടും അല്ലേ. അതായത് നാം ഇവിടെ നോക്കിയാൽ ഇപ്പോൾ എക്സ് അല്ലേ, എക്സിന് നാം ഇപ്പോൾ ഒരു 0 കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ 0 കൊടുത്തു, എക്സിന് 0 കൊടുത്ത ഇവിടെ എന്താവും? 2 × 0 അല്ലെ. 2 × 0 0, 0യുടെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 1 കിട്ടി അല്ലേ. അപ്പോൾ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്കിവിടെ പി ഓഫ് എക്സിൻ്റെ വാല്യൂ കിട്ടി, 1 കിട്ടി അല്ലേ. ഇനി ഇവിടെ നമ്മൾ 1 കൊടുക്കുകയാണെങ്കിലോ, ഇപ്പോൾ എക്സിന് നമ്മൾ 1 കൊടുത്തു, എക്സിന് വരെ 1 കൊടുത്താൽ 2 × 1 2, 2ൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 3. അപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് എത്ര കിട്ടി? 3 കിട്ടി അല്ലേ. ഇനി നമുക്ക് 2 കൊടുക്കുകയാണെങ്കിലോ, ഇവിടെ 2 കൊടുത്താൽ 2 × 2 4, 4ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 5 അല്ലേ. അപ്പോൾ പി ഓഫ് എക്സ് നമുക്ക് 5 കിട്ടി. അതേപോലെ നമ്മൾ 1, 2 നെഗറ്റീവ് വാല്യൂകളും കൊടുത്തു നോക്കി അല്ലേ. ഇപ്പോൾ -1 കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ -1 കൊടുത്താൽ എന്ത് വരും? 2 × -1 അല്ലേ. അപ്പോൾ പോസിറ്റീവിന് നെഗറ്റീവ് അപ്പോൾ എത്ര കിട്ടും? -2 കിട്ടി ഇവിടെ. അപ്പോൾ -2 കിട്ടി, -2 + 1 അപ്പോൾ എത്ര വരും? -1 കിട്ടി അല്ലേ. അപ്പോൾ നമുക്കിവിടെ -1 കൊടുത്തു, അപ്പോൾ -1. ഇനി നാം ഇവിടെ -2 കൊടുത്താലോ, അപ്പോൾ 2 × 2 4 അല്ലേ. അപ്പോൾ നമുക്ക് -4 കിട്ടി, -4 കിട്ടി. പിന്നെ അതിൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി? -3 അല്ലേ. അപ്പോൾ -3. അപ്പോൾ ഈ രീതിയിൽ 3-4 വാല്യൂകൾ കൊടുത്തിട്ട് നാം എന്ത് ചെയ്യും? ഈ പോയിന്റുകൾ അല്ലേ നമ്മളിവിടെ മാർക്ക് ചെയ്യും. എങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തത്? ഇവിടെ എക്സ് അല്ലേ, എക്സിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 1 കിട്ടി. അപ്പോൾ ഇവിടെ എക്സ് എടുത്തു, നമ്മൾ എക്സ് എടുത്തു, എക്സിന് 0 കൊടുക്കുമ്പോൾ 0 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് 1 അല്ലേ. അപ്പോൾ ഇതാണ് പി ഓഫ് എക്സ്, അതിന് 1. അപ്പോൾ ഈ പോയിന്റ് ഓക്കെ. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് കിട്ടി. ഇനി നോക്കിയാൽ 1 കൊടുത്തപ്പോൾ 3 കിട്ടി അല്ലേ. അപ്പോൾ എക്സിന് 1, എക്സിന് ഇതേ ഇവിടെ 1, അപ്പോൾ പി ഓഫ് എക്സ് എത്രയാണ്? 3 അല്ലേ. 3 അവിടെ വരണം നോക്കിയതിൽ 3 ഇവിടെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 3. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് കിട്ടി. ഇനി 2 കൊടുത്തപ്പോൾ 5, ഇവിടെ 2 കൊടുത്തപ്പോൾ 5 അല്ലേ. 5 നമ്മളിവിടെ എഴുതിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് മുകളിലായിരിക്കും 5 പോയിന്റ് വരിക. ഓക്കെ. ഇനി -1 കൊടുത്തപ്പോൾ -1 കിട്ടി അല്ലേ. അപ്പോൾ ഇതിന് -1 കൊടുത്തപ്പോൾ ഇവിടെ -1 കിട്ടി. അപ്പോൾ എവിടെ ആയിരിക്കും? ഈ പോയിന്റ് കിട്ടി നമുക്ക്. ഓക്കെ. പിന്നെ -2 കൊടുത്തപ്പോൾ -3 കിട്ടി. -2 എവിടെയാണ്? ഇവിടെ -2, -3 അടിയിൽ അല്ലേ. അപ്പോൾ അതെ ഈ പോയിന്റ് നമുക്ക് കിട്ടി. ഓക്കെ. ഇനി നാം എന്ത് ചെയ്തു? ഇതിങ്ങനെ കൂട്ടി യോജിപ്പിച്ചല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. അതാണ് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് അല്ലേ. അതുപോലെ നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫും വരച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പാണ് കിട്ടിയത്? ഇതേപോലെ ഷേപ്പ് കിട്ടി അല്ലേ. അതായത് ഗ്രാഫ് ആണെങ്കിൽ നമുക്കറിയാം, ഓർമ്മയുണ്ടാവില്ലായിരിക്കും അല്ലേ. ഇതേപോലെ ഒരു ഗ്രാഫ് വരച്ച ഓർമ്മയില്ലേ. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് എപ്പോഴും ഈ ഷേപ്പിലായിരിക്കും, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് എപ്പോഴും സ്ട്രൈറ്റ് ലൈനിലായിരിക്കും അല്ലേ. ഇതൊക്കെ നാം എന്ത് ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല ചിത്രങ്ങളും നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ജിയോജിബ്രയിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന രീതി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, എല്ലാവരുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ അതിൽ ആ രീതികളൊക്കെ വളരെ വിശദമായി തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? അതൊക്കെ ഒന്ന് വായിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നാം പറഞ്ഞു നമുക്ക് പല ചിത്രങ്ങളും അല്ലേ ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്ത് വേണം? ആദ്യം നമ്മൾ നോക്കിയാൽ ഇവിടെ 2 വരകൾ ഇങ്ങനെ വരച്ചു. ഒന്ന് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് വരച്ചു, അടുത്തത് നമ്മൾ വെർട്ടിക്കലായിട്ട് വരച്ചു അല്ലേ. അപ്പോൾ ഇതിന് ഈ ഹൊറിസോണ്ടലായിട്ട്, അതായത് ഇത് ഈ രൂപത്തിൽ വരയ്ക്കുന്ന ലൈനിനെ നാം എന്ത് പറയും? ഇതിനെ നാം പറയും എക്സ് ആക്സിസ് എന്ന് പറയും. അതായത് എക്സ് അക്ഷം എന്ന് പറയും. മനസ്സിലായല്ലോ? എക്സ് ആക്സിസ്, മലയാളത്തിൽ എക്സ് അക്ഷം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതിനും എക്സ് അക്ഷം എന്ന് പറയും. മനസ്സിലായത്? അപ്പോൾ ഇത് എക്സ്. ഓക്കെ. ഇങ്ങനെ വരയ്ക്കുന്നതിനോ നാം പറയും വൈ അക്ഷം എന്ന് പറയും. അതായത് വൈ ആക്സിസ് എന്ന് പറയും. വൈ അക്ഷം. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്.
ഇനി നോക്കിയേ, ഈ രണ്ട് വരകൾ ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ, ഇവിടെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട്. ഈ പോയിന്റിന് ഒരു പേര് പറയും, എന്താണ്? ഒറിജിൻ. ഒറിജിൻ എന്ന് പറയും. ഒറിജിൻ എന്ന് പറഞ്ഞാൽ ആധാര ബിന്ദു, മലയാളത്തിൽ ആധാര ബിന്ദു. അപ്പം ഇനി ചോദ്യങ്ങളിൽ നമുക്കുള്ള ചോദ്യങ്ങളൊക്കെ ഒറിജിൻ ആധാരബിന്ദു എന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒറിജിൻ ആധാരബിന്ദു എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിനാണ് ഞാൻ പറയാം ഒറിജിൻ എന്ന് പറയാം. ഈ രണ്ട് വരകൾ വരച്ചു കഴിഞ്ഞാൽ പിന്നെ നാം എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് തുല്യ അകലത്തിൽ അല്ലേ, തുല്യ അകലത്തിൽ ഇങ്ങനെ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യും. അതായത് നാം പറഞ്ഞു ഇതാണ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ എക്സ് ആക്സിലേക്ക് തുല്യ അകലത്തിൽ ഇങ്ങനെ പോയിന്റ് മാർക്ക് ചെയ്തു. അതേപോലെ ഇവിടെയും ഇവിടെ എത്ര അകലം എടുത്തു അതേ അകലത്തിൽ ഇവിടെയും മാർക്ക് ചെയ്യും അല്ലേ. അതേപോലെ ഇവിടെയും മാർക്ക് ചെയ്യും, ഇവിടെയും മാർക്ക് ചെയ്യും. ഇവിടെ നിന്ന് ഈ ഒറിജിനിൽ നിന്ന് വലത്തോട്ട് നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് ഇതല്ലേ. അപ്പോൾ 1 2 3 4 എന്നിട്ട് അത് പോസിറ്റീവ്. നമ്മൾ പോസിറ്റീവ് സാധാരണ ചിഹ്നം ഉപയോഗിക്കാറില്ല അല്ലേ. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് 1 -2 -3 -4. അതുപോലെ ഈ വൈ ആക്സിസിലോ ഇവിടെ നിന്ന് പോസിറ്റീവ് അല്ലേ, 1 2 3 4 മുകളിലേക്ക് പോസിറ്റീവ്, ഇത് വൈ ആക്സിസ്. അടിയിലേക്കോ നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഇത് നാം ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുക? ഇതിൽ നമുക്ക് ആവശ്യമായ പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാൻ നമുക്ക് അതിൻ്റെ സ്ഥാനം അറിയണം അല്ലേ, അതിൻ്റെ ലൊക്കേഷൻ അറിയണം. എവിടെയാണ് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുന്നുള്ള ലൊക്കേഷൻ അറിയാം അല്ലേ. അപ്പോൾ ഈ ലൊക്കേഷൻ നമ്മൾ എങ്ങനെയാണ് അറിയുക? രണ്ട് സംഖ്യകളായിട്ടാണ് പറയുക അല്ലേ. അതായത് ഒരു ജോഡി സംഖ്യകളായിട്ടാണ് ഒരു പെയർ ഓഫ് നമ്പേഴ്സ് ആയിട്ടാണ് നാം പറയുക. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 4 2 അല്ലേ, ഇങ്ങനെയാണ് നാം പറയുക. 4 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സിൽ ആദ്യം പറയുന്നത് എക്സ്, അടുത്തത് വൈ അല്ലേ. അപ്പൊ എക്സിൽ 4, എക്സ് ഇതാണ് എക്സ്, എക്സിൽ ഇതിന്റെ വാല്യൂ 4ഉം വൈക്ക് 2ഉം അല്ലേ. അപ്പൊ ഇവിടെ എക്സിൽ 4 വൈയിൽ 2 അല്ലേ. അപ്പൊ ഈ ഇത് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ഏത്? 4 2 എന്ന് പറഞ്ഞ പോയിന്റ് അല്ലേ. അപ്പൊ ഇതാണ് 4 2. ഇനി -3 2. ഓക്കെ, ഈ പോയിന്റ് എവിടെയായിരിക്കും? -3 2 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കറിയാം. ആദ്യം എക്സിൽ നമ്മൾ -2 എടുക്കും അല്ലേ, സോറി -3 എടുക്കും അല്ലേ. അപ്പോൾ എക്സിൽ ഇത് -3 കിട്ടി. ഇനി വൈയിൽ 2, വൈ ആക്സിസിൽ 2 ഇവിടെയാണ് അല്ലേ. അപ്പം -3ഉം 2ഉം. അപ്പോൾ ഏതായിരിക്കും പോയിന്റ്? ഇതായിരിക്കും പോയിന്റ്. ഇതാണ് ആ ലൊക്കേഷൻ. ഇനി നോക്കിയേ, -1 -2 ഇങ്ങനെയാണെങ്കിലോ എവിടെയായിരിക്കും അതിൻ്റെ സ്ഥാനം? -1 -2 അല്ലേ. എക്സിന് -1, അപ്പോൾ എക്സിൽ -1 ഇവിടെയാണ്. പിന്നെ വൈക്ക് -2, വൈ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇങ്ങോട്ടല്ലേ വരുന്നത്, അപ്പോൾ ഇവിടെ അല്ലേ. അപ്പം -1 -2 എവിടെയായിരിക്കും? ഈ പോയിന്റ് അല്ലേ, -1 -2. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ്. ഇനിയിപ്പോൾ നോക്കിയാൽ 2 -3 ഇങ്ങനെ വന്നാലോ 2 -3 എവിടെയായിരിക്കും? 2. അപ്പോൾ ഇവിടെ എക്സിൽ 2 എടുത്തു. ഇനി വൈയിൽ -3 എവിടെയാണ്? ഇവിടെ അല്ലേ. അപ്പോൾ 2 -3 എവിടെയായിരിക്കും? ഇതായിരിക്കും 2 -3. അപ്പോൾ ഈ രീതിയിലാണ് നാം എന്ത് ചെയ്യുക? ഈ പോയിന്റുകൾ മാർക്ക് ചെയ്യുക. അപ്പോൾ നാം ഇവിടെ പറഞ്ഞു ഈ പോയിന്റുകളുടെ ലൊക്കേഷൻ ഒരു ജോഡി സംഖ്യകളായിട്ട് പറയാം അല്ലേ. ഇപ്പോൾ 4 2 -3 2 -1 -2 അല്ലേ. അപ്പോൾ ഇതിനെയാണ് നാം പറയുക, ഈ സംഖ്യകൾ നാം എന്ത് പറയും? കോർഡിനേറ്റ്സ് എന്ന് പറയും. ഇതാണ് കോർഡിനേറ്റ്സ്. അപ്പോൾ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? 4 2 മനസ്സിലായില്ലേ. അപ്പോൾ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? 2 -3. ഇനി ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഏതാണ്? -3 2 അല്ലേ. അപ്പോൾ അതാണ് ഇതിന്റെ കോർഡിനേറ്റ്സ്. അപ്പോൾ കോർഡിനേറ്റ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചില ചിത്രങ്ങൾ തരും. ആ ചിത്രങ്ങൾ തന്നിട്ട് അതിന്റെ കോർണറിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കും. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് 2 ചതുരങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിന്റെ മൂലകളുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് ഈ മൂലകളുടെ കോർഡിനേറ്റ്സ്, അതായത് മൂലബിന്ദുക്കൾ ഏതൊക്കെയാണ്. അപ്പോൾ നാം എന്ത് ചെയ്യണം? ഈ ഓരോ മൂലകളിലെയും മൂലബിന്ദുക്കൾ ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കണം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ഇവിടെ നമുക്കറിയാം 0 ആണ്, ഈ പോയിന്റ് 0 അല്ലേ. 0യിൽ നിന്ന് ഇങ്ങനെ 1 2 3 ഇങ്ങനെ പോകുന്നു. ഇത് -1, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഈ പോയിന്റ് എന്തായിരിക്കും? നമുക്കറിയാം ആദ്യം എക്സ് ആയിരിക്കണം പറയേണ്ടത്, അടുത്തത് വൈ അല്ലേ. അപ്പോൾ എക്സിൽ ഇതിന്റെ വാല്യൂ എത്രയാണ്? 0 അല്ലേ. ഇനി വൈയിലാണെങ്കിലോ 0 അല്ലേ. അപ്പോൾ 0 0 ഇതാണ് ഈ പോയിന്റ്. അപ്പോൾ 0 0. അപ്പോൾ നമുക്കറിയാം ഒറിജിൻ അതല്ലേ, അതായത് ആധാരബിന്ദു എപ്പോഴത്തേക്കും 0 0 തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ 0 0. ഇനി ഇത് നോക്കിയേ, ഇവിടെ അല്ലേ ഈ പോയിന്റ് നോക്കിയാൽ ആദ്യം എക്സ് എടുക്കണം അല്ലേ. അപ്പോൾ എക്സിൽ ഏതാ വാല്യൂ? എക്സിൽ 4. ഇനി വൈ ആണെങ്കിലോ വൈക്ക് ഏതാ പോണത്? വൈയിൽ 0 അല്ലേ. അപ്പോൾ ആദ്യം എക്സ് എടുക്കുക. അപ്പോൾ എക്സ് 4, വൈയിൽ 0. അപ്പോൾ 4 0 തെറ്റിക്കാൻ പാടില്ല, 4 0 മനസ്സിലായില്ലേ. ആദ്യം എക്സ് എടുക്കുക, പിന്നെ വൈ എടുക്കുക. ഇനി ഈ പോയിന്റ് നോക്കിയേ,
ആദ്യം എക്സ് അല്ലേ, ഇതാണ് എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 4 തന്നെ. അപ്പോൾ 4. ഇനി വൈ, ഇതാണ് വൈ അല്ലേ, വൈക്ക് എത്രയാണ്? 3. അപ്പോൾ 4, 3 ഈ പോയിന്റ്. ഓക്കെ. ഇനി ഇതാണെങ്കിലോ എക്സ് 8 അല്ലേ, അപ്പോൾ എക്സ് 8, വൈ കോർഡിനേറ്റ് ഏതാണ്? 3. അപ്പോൾ 8, 3. ഇനി ഈ പോയിന്റ് ആണെങ്കിലോ എക്സ് കോർഡിനേറ്റ് ഏതാണ്? 8 അല്ലേ, 8, വൈ 6. അപ്പോൾ 8, 6 എന്നാണ് ഈ പോയിന്റ്. ഇനി ഇവിടെ ആണെങ്കിലോ എക്സ് എത്ര വരും? 4, വൈയോ 6. 4, 6. ഇനി അതാ ഇനി ഇവിടെ വരാൻ കൂടി ഉണ്ട് അല്ലേ. ഇത് നോക്കിയേ, എക്സിന്റെ വാല്യൂ എത്ര വരാം? എക്സ് 0 അല്ലേ, എക്സ് 0 അല്ലേ, 0. അപ്പോൾ 0. വൈയിലാണെങ്കിലോ വൈയിൽ 3. അപ്പോൾ 0, 3. അപ്പോൾ ഈ രൂപത്തിലാണ് നാം കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി ഈ ചിത്രം നോക്കിയേ, ഇതിൻ്റെ ഈ മൂലകളുടെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ, നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ആദ്യം നോക്കിയാൽ ഒറിജിൻ അല്ലേ. അപ്പോൾ ഒറിജിൻ ഇവിടെ എന്താണ്? 0, 0 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം 0, 0. ഓക്കെ, അത് സമ്മതിച്ചു. ഇനി നമുക്ക് ഇവിടെ ഈ പോയിന്റ് അല്ലേ, എക്സിന് 6, വൈക്ക് എത്രയാണ്? 0. അപ്പോൾ നമുക്ക് 6, 0. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഇവിടെ കിട്ടണം. ഇവിടെ നോക്കിയാൽ എക്സിന് 2 അല്ലേ, എക്സിന് 2, വൈക്ക് നമുക്കിവിടെ കൃത്യമായിട്ട് കിട്ടുന്നില്ല അല്ലേ. അതായത് 3 അല്ല 4 അല്ല, 3ന്റെയും 4ന്റെയും ഇടയിലാണ്. നാം ഇങ്ങനെ മുട്ടിച്ചു കഴിഞ്ഞാൽ 3ന്റെയും 4ന്റെയും ഇടയിലാണ് അല്ലേ. അതായത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് കോർഡിനേറ്റ് നമുക്ക് മനസ്സിലായി 2 ആണെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 2 എന്ന് എഴുതി. ഇനി നമുക്ക് വൈ കോർഡിനേറ്റ് എഴുതണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് തന്നിട്ടുണ്ടെന്ന് നോക്കിയേ, ഇവിടെ 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 4 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ വരഞ്ഞ വര 4 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുത്താലോ? അപ്പോൾ ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു മട്ടത്രികോണം കിട്ടി അല്ലേ, റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഇപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ഈ ആംഗിൾ അവർ തന്നിട്ടുണ്ട് 60 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 90 കിട്ടണ്ടേ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി അല്ലേ, 30 ഡിഗ്രി. ഇപ്പം നമ്മുടെ ട്രിഗ്നോമെട്രിക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ, ട്രിഗ്നോമെട്രി അല്ലേ. അപ്പോൾ ഇവിടെ 60, ഇവിടെ 30, ഇവിടെ 90. ഇനി നോക്കിയേ, ഈ മട്ടത്രികോണത്തിൽ ഈ ലെങ്ത് നമുക്കറിയാലോ, ഇവിടെ നിന്ന് 1, 2 അല്ലേ. അപ്പോൾ 1, 2, അതായത് ഇതിൻ്റെ നീളം 2. അപ്പോൾ 2 സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം. അപ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും? അതിൻ്റെ ഇരട്ടി ആയിരിക്കും. നമ്മൾ പഠിച്ചാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ അല്ലേ. അപ്പോൾ അതായത് ഇതിൻ്റെ ഇരട്ടി 4. ഇനി 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇതിനെ ഈ അളവിനെ √3 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ, 2 √3. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇനി അത് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് മട്ടത്രികോണം അല്ലേ. മട്ടത്രികോണത്തിലെ ഈ വശം നമുക്കറിയാം, ഈ വശം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ വശം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. ഏറ്റവും വലുതാണ് കർണം, ഹൈപ്പോട്ടിനസ്. ഇതിൻ്റെ സ്ക്വയറിൽ നിന്ന് ഇതിൻ്റെ സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ കിട്ടും അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ഇട്ടാൽ നാം എന്ത് ചെയ്യണം? 4 സ്ക്വയറിൽ നിന്ന് 4 സ്ക്വയർ ഇത് മൈനസ് 2ന്റെ സ്ക്വയർ = എന്ത് വരും? 4ന്റെ സ്ക്വയർ 16 മൈനസ് 2ന്റെ സ്ക്വയർ 4 അല്ലേ. അപ്പോൾ നമുക്ക് 12 കിട്ടി. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആണ് 12 അല്ലേ. അപ്പോൾ ഇതിൻ്റെ നീളം കിട്ടാൻ എന്ത് വേണം? = √12. √12 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? √4 × 3 അല്ലേ, 4 × 3. കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചു 4 × 3. അപ്പോൾ √4 എന്ന് പറഞ്ഞാൽ 2 √3 കണ്ടില്ലേ. അപ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്രയാണോ അതിനെ √3 കൊണ്ട് വിളിച്ചാൽ 60ന് ഓപ്പോസിറ്റ് കിട്ടും. ഇതിൻ്റെ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ ലെങ്ത് കിട്ടി എത്രയാണ്? 2 √3. ഇതാണ് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരം അല്ലേ. അപ്പോൾ അതായത് ഇതേ അളവ് തന്നെയല്ലേ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ എത്രയായിരിക്കും അളവ് ഉണ്ടാവുക? 2 √3 അല്ലേ. അപ്പോൾ ഈ പോയിന്റ് ഏതാണ്? 2 √3 ആണ് ഈ പോയിന്റ്. മനസ്സിലായില്ലേ? ഇതേ നീളം തന്നെ ഇവിടെ ഉണ്ടാവും. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഇത് കോർഡിനേറ്റ് എഴുതാലോ. ഇവിടെ എക്സിന് 2, വൈക്ക് എന്തായിരിക്കും? 2 √3. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 135 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. ദി വൈ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ്സ് ഓൺ ദി എക്സ് ആക്സിസ് അല്ലേ. അതായത് എക്സ് ആക്സിസിലെ, അതായത് എക്സ് അക്ഷത്തിലെ ഏതു ബിന്ദുവിൻ്റെയും വൈ കോർഡിനേറ്റ് ഏതായിരിക്കും? വൈ സൂചക സംഖ്യ ഏതായിരിക്കും?
അപ്പോൾ ഇനി ഈ 3-4 ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചൊരു ചോദ്യം പരീക്ഷയ്ക്ക് സാധാരണ SLC പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരും. അപ്പോൾ ഇത് നല്ലവണ്ണം മനസ്സിലാക്കുക. ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? എക്സ് ആക്സിസിലെ ഒരു പോയിന്റ്, അതിൻ്റെ y സൂചക സംഖ്യ എന്താണ്, അല്ലേ? അപ്പോൾ എക്സ് ആക്സിസിലെ ഏത് പോയിന്റ് എടുത്ത് ശ്രദ്ധിക്കുക. എക്സ് ആക്സിൽ നമ്മൾ ഏത് പോയിന്റ് എടുത്താലും, ഇപ്പോൾ 1 എടുത്തു, അല്ലെങ്കിൽ 3 എടുത്തു, അല്ലെങ്കിൽ -2 എടുത്തു, ഏതെടുത്താലും അതിൻ്റെ വൈയുടെ, അല്ലേ, വൈയുടെ വാല്യൂ എന്തായിരിക്കും? വൈയുടെ വാല്യൂ, ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, വൈയുടെ വാല്യൂ എന്തായിരിക്കും? 0, അല്ലേ? ഇവിടെ പോയിന്റ് എടുത്തു, വൈയുടെ വാല്യൂ എന്തായിരിക്കും? 0. ഇവിടെ എടുത്തു, വൈയുടെ വാല്യൂ എന്തായിരിക്കും? എക്സ് ആക്സിസിലെ ഏത് പോയിന്റിന്റെയും y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 0. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദി എക്സ് കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് ഓൺ ദി y ആക്സിസ്, അതായത് y ആക്സിസിലെ എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ, അല്ലെ? അപ്പോൾ y ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന്റെ ഇവിടെ നമ്മൾ ഏത് പോയിന്റ് എടുത്താലും, ഈ y ആക്സിസിൽ നമ്മൾ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെ? അപ്പോൾ ഈ പോയിന്റ് എടുത്ത് വിചാരിക്കുക. അപ്പോൾ ഇതിൽ എക്സിന്റെ വാല്യൂ എത്രയാണ്? എക്സിന്റെ വാല്യൂ 0. ഇവിടെ എടുത്തു, എക്സിന്റെ വാല്യൂ 0. ഇവിടെ എടുത്തു, എക്സിന്റെ വാല്യൂ 0, അല്ലേ? അപ്പോൾ നമ്മൾ y ആക്സിസിൽ ഏത് പോയിന്റ് എടുത്താലും അതിലെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇനി എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് എടുത്താലും y കോർഡിനേറ്റ് 0 ആയിരിക്കും. മനസ്സിലായല്ലോ? തെറ്റിക്കരുത്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ഈ 3-4 ചോദ്യങ്ങളിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ട് വരും. അപ്പോൾ ഇത് 0. ഓക്കെ. ഇനി അതിൽ മൂന്നാമത്തെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദി കോർഡിനേറ്റ്സ് ഓഫ് ദി ഒറിജിൻ, അല്ലെ? അതായത് ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതാണ് ആധാര ബിന്ദു, അല്ലെ? അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? നമുക്കറിയാം എക്സിന്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 0, അല്ലെ? അപ്പൊ 0 0 നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ 0 0. ഓക്കെ. അപ്പൊ എപ്പോഴും ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് എഴുതണം. ഇനി നാലാമത്തെ നോക്കിയേ, എന്താണ് ചോദ്യം? ദി y കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് ഓൺ ദി ലൈൻ പാരലൽ ടു ദി എക്സ് ആക്സിസ് ത്രൂ ദി പോയിന്റ് 0 1, അല്ലെ? അപ്പൊ ഈ ടൈപ്പ് ചോദ്യമാണ് സാധാരണ ചോദിക്കാറ്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 0 1 എന്ന് പറയുന്ന പോയിന്റ്. 0 1 എവിടെയാണ്? ഇതാണ് എക്സ്, അല്ലെ? അപ്പൊ എക്സിൽ 0, വൈയിൽ 1. അപ്പൊ ഇതാണ് പോയിന്റ്. ഈ പോയിന്റിലൂടെ ഈ എക്സിന് സമാന്തരമായിട്ട് നാം ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ, അല്ലെ, ഇങ്ങനെ ഒരു ലൈൻ വരക്കാന്ന് വിചാരിക്കാം. ഇതിന് പാരലായിട്ട് നാം ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഈ പോയിന്റ് ഏതാണ്? 0 1, അല്ലെ? ഇതാണ് 0 1, ഈ പോയിന്റ്. അപ്പൊ ഇതിലൂടെ നാം എക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും? അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കാം, എക്സിന് പാരലായിട്ട് നാം വരയ്ക്കുകയാണെങ്കിൽ y കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. y കോർഡിനേറ്റിന് ഒരു മാറ്റം ഉണ്ടാവില്ല, അല്ലെ? നോക്കിയാൽ എക്സിന് നമ്മൾ പാരലായിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതിലെ y കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും? ഈ 1 തന്നെ ആയിരിക്കും, അല്ലേ? 1 തന്നെ. എവിടെ പോയിന്റ്? എക്സിന് ഇപ്പം -4 എടുത്തു, അപ്പോഴെന്തായിരിക്കും? y കോർഡിനേറ്റ് എത്രയായിരിക്കും? 1, അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എവിടെ പോയിന്റ് എടുത്താലും y കോർഡിനേറ്റ് 1 തന്നെ വരും. അതായത് എക്സിന് പാരലായിട്ട് വരച്ചു കഴിഞ്ഞാൽ y കോർഡിനേറ്റ് സെയിം തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ ഏതാണോ y കോർഡിനേറ്റ് അത് തന്നെ എഴുതാം. മനസ്സിലായില്ലേ? ഇനി ഈ പോയിന്റ് ഇവിടെ വിചാരിക്കുക. ഇതിപ്പോ ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടാണ് ഇതിലെ ഒരു ലൈൻ വരച്ചു, എക്സിന് പാരലായിട്ട് ഇതിലെ ഒരു ലൈൻ വരച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും? ഇവിടെ എന്താണോ അത് തന്നെയായിരിക്കും ഈ ലൈനിൽ എവിടെ വരച്ചാലും, എവിടെ പോയിന്റ് എടുത്താലും. അതായത് എക്സിന് പാരലായിട്ട് വരച്ചു കഴിഞ്ഞാൽ y കോർഡിനേറ്റ് മാറില്ല. മനസ്സിലായല്ലോ? അതേ കോർഡിനേറ്റ് അത് തന്നെ ആയിരിക്കും. അപ്പോൾ തെറ്റിക്കാൻ പാടില്ല. പരീക്ഷയ്ക്ക് വരുമ്പോൾ തെറ്റിക്കരുത്. അപ്പോൾ y കോർഡിനേറ്റ് എന്തായിരിക്കും? 1 തന്നെ, അല്ലേ? 1 തന്നെ. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കിയാൽ ദി എക്സ് കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ്സ് ഓൺ ദി ലൈൻ പാരലൽ ടു ദി y ആക്സിസ് ത്രൂ ദി പോയിന്റ് 1 0, അല്ലെ? 1 0 പോയിന്റ്. ഇവിടെയൊക്കെ എക്സിന് 1, വൈക്ക് 0. ഇതാണ് 1 0 എന്ന് പറഞ്ഞ പോയിന്റ്, അല്ലേ? അപ്പൊ ഇതിൽ നമുക്ക് വൈക്ക് പാരലായിട്ട് വരയ്ക്കാണ്. ഇവിടെ ശ്രദ്ധിക്കുക, വൈക്ക് പാരലായിട്ട് വരയ്ക്കാണ്. അപ്പോൾ വൈക്ക് പാരലായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എപ്പോഴെന്തായിരിക്കും? എക്സിന്റെ വാല്യൂ എവിടെ പോയിന്റ് എടുത്താലും, അല്ലെ, എക്സിന്റെ വാല്യൂ എന്ത് ആയിരിക്കും? 1 തന്നെ ആയിരിക്കും, അല്ലെ? ഇപ്പൊ നമ്മൾ ഇവിടെ പോയിന്റ് എടുത്തു, ഇവിടെ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ -3. ഇവിടെ പോയിന്റ് എടുത്തു, അപ്പൊ എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ -4. ഇനി ഇവിടെ ഒരു പോയിന്റ് എടുത്തു, എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 3, അല്ലെ? അപ്പൊ ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ വൈക്ക് പാരലായിട്ട് വരച്ചു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. മനസ്സിലായില്ലേ? എക്സിന് പാരലായി വരച്ചാലോ y കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ 1 0, അല്ലേ? ഈ പോയിന്റാണ് മറ്റുള്ളത് 1 0 എന്ന് പറഞ്ഞ പോയിന്റ്, അല്ലേ? 1 0ന്റെ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് ഏതാണ്? 1. അപ്പോൾ ഇവിടെ 1. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലെന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഈ ബാക്കി 3 കോർണറുടെയും എന്ത് കണ്ടുപിടിക്കണം? കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 1 വന്നിട്ടുണ്ട്, 4 3 വന്നിട്ടുണ്ട്. അതായത് 4 3 എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം എക്സ് ആണ് പറയുക, അല്ലേ? അപ്പോൾ എക്സിൽ ഇവിടെ എത്രയായിരിക്കും? ഇത് 4 ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇത് 4.
ആണല്ലോ. ഇനി 4 3 എന്ന് പറയുമ്പോൾ ഇവിടെ ഈ 3 രണ്ടാമത്തെ പറഞ്ഞത് y ആണ്. അപ്പോൾ ഈ പോയിന്റ് ഏതായിരിക്കും? 3 ആയിരിക്കും. ആണല്ലോ. അപ്പോൾ ഈ രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി അപ്പോൾ ഇവിടുത്തെ ഏത് വരും? ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ കോർഡിനേറ്റ് എക്സിന്റെ വാല്യൂ 4 അല്ലേ. എക്സിന്റെ വാല്യൂ 4, വൈയുടെ വാല്യൂ എന്ത് വരും? 0. അപ്പോൾ എക്സിന്റെ വാല്യൂ 4, വൈയുടെ വാല്യൂ 0. അപ്പോൾ 4 0. ഇനി ഇവിടെ എന്ത് വരും? ഇവിടെ വൈയുടെ വാല്യൂ നമുക്കറിയാം 3 അല്ലേ. 3 നമുക്കറിയാം. എക്സിന്റെ വാല്യൂ എത്രയാണ്? എക്സിന്റെ വാല്യൂ 0 അല്ലേ. അപ്പോൾ 0 3. ആദ്യം എക്സ് എഴുതണ്ടേ. അപ്പോൾ 0 3 0 3. ഇവിടെ എന്താണ്? ഒറിജിൻ ആണ് അല്ലേ. അവിടെ 0 0. ഓക്കെ ആണല്ലോ. ദി സൈഡ്സ് ഓഫ് ദി റെക്ടാംഗിൾ ഇൻ ദി പിക്ചർ ബിലോ ആർ പാരലൽ ടു ദി ആക്സിസ് ആൻഡ് ദി ഒറിജിൻ ഇസ് ദി മിഡ് പോയിന്റ്. ഈ ചതുരത്തിന്റെ വശങ്ങൾ എന്തിന് പാരലാണെന്ന് വെച്ചിട്ടുണ്ട്? ഈ ആക്സിസിന് അല്ലെ. അതായത് ഇപ്പൊ ഇതിന് പാരലാണ് ഈ രണ്ട് വശങ്ങളും, പിന്നെയോ ഇതിന് പാരലാണ് ഈ രണ്ട് വശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒറിജിൻ മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒറിജിൻ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നമ്മളിങ്ങനെ ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ, വികരണങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അത് ഈ 0 കൂട്ടിമുട്ടുന്നു അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം ഈക്വൽ ആണ്. മനസ്സിലായല്ലോ. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം ഈക്വൽ ആണ്. ഇനി നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ബാക്കി 3 പോയിന്റ് 3 കോർണറിലെയും എന്ത് കണ്ടുപിടിക്കണം? കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. പെട്ടെന്ന് കണ്ടുപിടിക്കാലോ അല്ലേ. ഇത് 3 2. അപ്പോൾ 3 2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പോയിന്റ് എത്ര ഇതായിരിക്കും? 3 അല്ലേ. അപ്പോൾ ഇവിടെ 3 നമുക്കറിയാം. എക്സിന് വൈക്ക് 2, അതായത് ഇത് 2 അല്ലേ. ഇത് 2 നമുക്കറിയാം. അപ്പൊ ഇവിടെ നിന്ന് ഇതേ ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 3 തന്നെ ആയിരിക്കും. പക്ഷെ എന്ത് 3 ആയിരിക്കും? -3 അല്ലേ. ഇങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ്, അപ്പൊ -3. ഇനിയോ ഈ ദൂരം തന്നെ ആയിരിക്കും ഇങ്ങോട്ടും. അപ്പൊ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 2 തന്നെ, പക്ഷെ എന്ത് 2 ആയിരിക്കും? -2. ഇനി നമുക്ക് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാലോ അല്ലേ. ഈ പോയിന്റ് നോക്കിയേ. എക്സിന് എത്രയാണ്? -3, വൈക്ക് 2. അപ്പൊ -3 2. ഇനി ഇവിടെ ആണെങ്കിലോ എക്സിന് -3 അല്ലേ. -3, വൈക്ക് ആണെങ്കിൽ -2 അല്ലേ. -2. ഇനി ഈ പോയിന്റ് ആണെങ്കിലോ എക്സിന് 3, വൈക്കോ -2. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ദി പിക്ചർ ബിലോ ഷോസ് ആൻഡ് ഈക്വലേറ്റർ ട്രയാങ്കിൾ അല്ലെ. ഈ പിക്ചർ എന്താണ്? ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ, സമഭുജ ത്രികോണമാണ്. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടെക്സ് ഓഫ് ദി ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ 3 മൂലകളുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്കറിയാം അറിയാം അല്ലേ. എന്താണ്? 0 0. അത് വേഗം എഴുതാൻ പറ്റും. 0 0. ഓക്കെ. ഇവിടെയാണെങ്കിലോ ഇവിടെ നിന്നൊക്കെ 4 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ 4 സെന്റിമീറ്റർ 4, പിന്നെ വൈഡ് എന്താണ്? 0 അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 4 0. മനസ്സിലായില്ലേ. ഇവിടെ 4 അല്ലേ. അപ്പൊ ഇവിടെ നിങ്ങളുടെ ദൂരം 4 ആണ്. അതുകൊണ്ട് 4, എക്സിന്റെ വാല്യൂ 4, വൈയുടെ വാല്യൂ എന്താണ്? 0 അല്ലെ. വൈയുടെ വാല്യൂ 0. അപ്പൊ 4 0. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇത് കണ്ടുപിടിക്കണം. ഇതിന്റെ y കോർഡിനേറ്റ് ഏതാണ്? നമുക്ക് ഒരു പിടുത്തവും ഇല്ല അല്ലെ. ഒരു ധാരണ നമുക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ എവിടേക്ക് പോകണം? ട്രിഗ്നോമെട്രിയിലേക്ക് പോകണം അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ അങ്ങോട്ട് വരയ്ക്കുക. പെർപെൻഡിക്കുലർ വരച്ചല്ലോ. അപ്പൊ ഇത് എത്രയായി? 90 ഡിഗ്രി ആയി അല്ലേ. ഓക്കെ. അപ്പൊ ഇത് ഈക്വൽ ആണല്ലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈക്വൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈക്വൽ അല്ലേ. ഇത് ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് വരച്ചു കഴിഞ്ഞാൽ തുല്യ ഭാഗങ്ങളാക്കി. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും? 2 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ ഇവിടെ 4 ആണെങ്കിൽ ഇത് 2. നമുക്കറിയാം ഇത് ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ ഓരോ ആംഗിൾ എത്ര വെച്ചിട്ടുണ്ടായിരിക്കും? 60 ഡിഗ്രി വെച്ചല്ലേ. 60 60 60. അപ്പൊ ഇത് 60, ഇത് 60, ഇത് മൊത്തം 60 അല്ലെ. ഇവിടെ മൊത്തം 60 ഡിഗ്രി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ ആംഗിൾ എത്രയായിരിക്കും? പകുതി എത്രയായിരിക്കും? 30 ഡിഗ്രി. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഈ നീളത്തെ √3 കൊണ്ട് ഗുണിക്കണം അല്ലെ. അതായത് 2√3. അപ്പൊ നമുക്ക് ഇത് കിട്ടിയല്ലേ. ഇവിടെ മുതൽ ഇവിടം വരെ എത്ര ഉണ്ട്? ഇതിന്റെ ഹൈറ്റ് കിട്ടിയാലോ 2√3 അല്ലെ. അപ്പൊ ഈ ഹൈറ്റ് തന്നെ ഇവിടേക്കും വരാം അല്ലെ. അതായത് നാം ഇങ്ങനെ വെച്ച് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് ഏതായിരിക്കും? 2√3. മനസ്സിലായില്ലേ. ഈ ലെങ്ത് തന്നെ ആയിരിക്കും ഇവിടേക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ എക്സിന്റെ വാല്യൂ 2 അല്ലെ. എക്സിന്റെ വാല്യൂ 2. അപ്പൊ 2, വൈയുടെ വാല്യൂ 2√3.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതറിയാം, ഇത് പെട്ടെന്ന് നമുക്ക് ട്രിഗണോമെട്രി അനുസരിച്ച് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നോക്കിയാൽ ഇവിടെ നിങ്ങളുടെ 4 സെന്റിമീറ്റർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈക്വലേറ്റഡ് ട്രയാങ്കിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ എത്ര ആയിരിക്കും, 4 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലേ, ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി, ഒരു മട്ടത്രികോണം കിട്ടി. അപ്പം എത്ര വന്നു, ഇത് 4 സെന്റിമീറ്റർ, ഇവിടെ 2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും, ഇതിന്റെ സ്ക്വയർ എത്രയായിരിക്കും, ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിന്റെ സ്ക്വയറിൽ നിന്ന് ഇതിന്റെ സ്ക്വയർ കുറയ്ക്കാം അല്ലേ. അതായത് 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, 4 സ്ക്വയർ 16 മൈനസ് 2ന്റെ സ്ക്വയർ 4 ഈക്വൽ ടു 12. ഇത് കിട്ടാൻ എന്ത് വേണം, ഇതിന്റെ റൂട്ട് കാണാം അല്ലേ, റൂട്ട് 12. അപ്പോൾ റൂട്ട് 12 നമുക്ക് എങ്ങനെ എഴുതും, റൂട്ട് 4 ഇൻറ്റു 3, 4 3 12 അല്ലേ. അപ്പോൾ റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 റൂട്ട് 3. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ നീളം കിട്ടും, 2 റൂട്ട് 3. അതല്ലെങ്കിൽ ഈ ട്രിഗണോമെട്രി ഓർമ്മയുള്ളവർ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇവിടെ 2 ആണെങ്കിൽ 30ന് ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 2നെ റൂട്ട് 3, ഇവിടെ എത്രയാണോ ഉള്ളത് അതിനെ റൂട്ട് 3 കൊണ്ട് ഗുണിച്ചാൽ 60ന് ഓപ്പോസിറ്റ് കിട്ടും അല്ലേ. ഇനി ഇതിനെ അതിന്റെ ഇരട്ടി എടുത്താൽ 90ന് ഓപ്പോസിറ്റ് കിട്ടും അല്ലേ. അതൊക്കെ നമ്മൾ ട്രിഗണോമെട്രി നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.